ഓവുലേഷൻ നടന്ന് ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ ചില ആളുകൾക്ക് സിംറ്റംസ് കാണിച്ചു തുടങ്ങിയേക്കാം. പക്ഷേ എല്ലാ ആളുകൾക്കും സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല കേട്ടോ. യാതൊരു ലക്ഷണങ്ങളില്ലാതെയും പ്രഗ്നൻ്റ് ആവുകയും പ്രഗ്നൻസി ഉടനീളം യാതൊരു സിംറ്റംസ് ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, അലസത, ഉന്മേഷക്കുറവാണ് നല്ലൊരു ശതമാനം സ്ത്രീകളിലും തുടക്കത്തിൽ കണ്ടുവരുന്ന സിംറ്റം. ബ്രസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ബ്രസ്റ്റ് ടെൻഡർനെസ്, നിപ്പിൾ ടെൻഡർനെസ് മിക്കവാറും സ്ത്രീകളിൽ കാണാറുണ്ട്. ഓക്കാനം, ഛർദി, മനംപുരട്ടൽ, ഭക്ഷണത്തിനോട് താല്പര്യമില്ലായ്ക, ചില പ്രത്യേക ടേസ്റ്റുകളോട്, ചില പ്രത്യേക സ്മെല്ലിനോടൊക്കെ ഉള്ളൊരു വിരക്തി, താല്പര്യക്കുറവ് ഒക്കെ തുടക്കകാലത്ത് പല സ്ത്രീകളിലും കാണാറുണ്ട്. ഭക്ഷണം ഒട്ടും കഴിക്കാൻ പറ്റാണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഭയങ്കരമായിട്ട് കൂടുക, വയറ് വീർത്ത് വരിക, കുറച്ച് ആഹാരം കഴിക്കുമ്പോഴത്തേക്കും മടുപ്പ് വരാം, വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും മൂത്രം ഒഴിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക, മൂത്രക്കടച്ചിൽ പോലത്തെ എല്ലാ സിംറ്റംസ് കാണിക്കുക. ചില ആളുകൾക്ക് മൂത്രക്കടച്ചിലും ഉണ്ടായേക്കാം. ഫുഡ് ക്രേവിങ്സ് ആണ് മറ്റൊരു സിംറ്റം. അതായത് ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് തോന്നുക. മസാലദോശ, പച്ചമാങ്ങ ഒക്കെ വളരെ ക്ലീശയായിട്ട് സിനിമകളിൽ എപ്പോഴും കാണിക്കാറുണ്ട്. എല്ലാ ആളുകൾക്കും മസാലദോശക്കോ മാങ്ങയ്ക്കോ തന്നെ ആവണം എന്നില്ല കൊതി തോന്നുന്നത്. പല സാധനങ്ങളോടായിരിക്കാം ഒരു ക്രേവിങ്സ് തോന്നുന്നത്. എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഈ ഒരു സിംറ്റമായിരുന്നു എനിക്ക് ആദ്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ കുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രത്യേകതരം കറിയുണ്ട്. അത് കഴിക്കാനായിട്ടുള്ളൊരു കൊതിയാണ് എനിക്ക്. ഈവൻ പീരിയഡ്സ് മിസ്സാകുന്നതിൻ്റെ ഒരു 1 വീക്ക് മുന്നേ എനിക്ക് അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കാൻ എപ്പോഴും തോന്നുക എന്നുള്ളായിരുന്നു എനിക്ക് ആ ഒരു സെക്കൻഡ് പ്രഗ്നൻസിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് സിംറ്റം. അപ്പോൾ അതുപോലെ നമ്മൾ പണ്ട് മറന്നുപോയ ടേസ്റ്റുകൾ അല്ലെങ്കിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടേസ്റ്റിനോടൊക്കെ കൊതി തോന്നിയേക്കാം. മൂഡ് സ്വിങ്സ് ആണ്. അതായത് പെട്ടെന്ന് സങ്കടം വരിക, ദേഷ്യം വരിക, കരച്ചിൽ വരിക, ഭയങ്കര ഹാപ്പിനെസ് അപ്പം തന്നെ കയറി വരിക, ഇങ്ങനെയും ചില ആളുകൾക്ക് കാണാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏർലി പ്രഗ്നൻസിയിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിംറ്റം. ഇനി ഇതല്ലാതെ മറ്റെന്തെങ്കിലും സിംറ്റം ആയിരുന്നു നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. വീഡിയോ കാണുന്ന എല്ലാവരും അവർക്ക് പ്രഗ്നൻസിയിൽ ഫസ്റ്റ് കാണിച്ച സിംറ്റംസ് ഒക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും അത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.